എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗെറ്റ് സെറ്റ് ബേബി, ഹണ്ട്, ജിംഖാന, ബസൂക്ക തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് അയറിൻ അറേബ്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് അയറിൻ അറേബ്യ. ധ്യാൻ, ഉർവശി, മുകേഷാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. സൺനെസ്റ്റാണ് അയറിൻ അറേബ്യയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ മാസമാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബിഗ് ബെൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിനയ് ഫോർട്ട്, അനുമോഹനാണ് ബിഗ് ബെൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു പരാജയപ്പെട്ട സിനിമയാണ്. സിനിമ റിലീസായിട്ട് കുറേ നാളായി, ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. സൺനെസ്റ്റാണ് ബിഗ് ബെൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഈ മാസം ലാസ്റ്റ് വീക്കിലാണ് ബിഗ് ബെൻ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തുടരുമെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മോഹൻലാൽ നായകനായ ഏറ്റവും പുതിയ സിനിമയായിരുന്നു തുടരും. തരുൺമൂർത്തി നിർമ്മിച്ച ഈ സിനിമ 200 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. സിനിമ അത്രയ്ക്കും ഹിറ്റായിരുന്നു. ഇപ്പോൾ ഇതാ ജിയോ ഹോട്ട്സ്റ്റാറാണ് തുടരും സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ സാറ്റലൈറ്റ് അവകാശം ഏഷ്യാനെറ്റും സ്വന്തമാക്കി. സിനിമ ഇത്രയ്ക്ക് ഹിറ്റായതുകൊണ്ട് ഈ മാസം OTT റിലീസ് ഉണ്ടായിരിക്കുന്നതല്ല. ജൂൺ മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും തുടരും സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണി പറഞ്ഞു പോകുന്നത്. അത്യാവശ്യം നല്ല റിപ്പോർട്ടാണ് സിനിമയ്ക്ക് ലഭിച്ചത്. എന്നിട്ട് സിനിമ പരാജയപ്പെട്ടു. ദിലീപും നിതാപിള്ളയുമാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ആമസോൺ പ്രൈം തങ്കമണിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ മാസം 20-ന് മുന്നേ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹൊറർ കോമഡി മൂവിയാണ്. സൗബിനാണ് സിനിമയുടെ നായകൻ. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ജിന്ന് സ്വന്തമാക്കിയത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഈ മാസം 25-ന് മുന്നേ ജിന്ന് സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈനികമാണ് വേല സിനിമയിലെ നായകൻ. ഇതൊരു ത്രില്ലർ സിനിമയാണ്. സണ്ണി വെയിനും സിനിമയിലുണ്ട്. 2023-ലാണ് വേല സിനിമ ഇറങ്ങിയത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് വേല സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാരുവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ഇന്ദ്രജിത്ത്, വിൻസി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് മാരുവില്ലിൻ സ്വന്തമാക്കിയത്. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പലർക്കും സിനിമ കാണാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴാണ് മാരുവിലിൻ്റെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ മാസത്തിൽ തന്നെ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി നായകനായ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ബസൂക്ക. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു ബസൂക്ക. പക്ഷേ തിയേറ്ററുകളിൽ ബസൂക്ക പരാജയപ്പെട്ടു. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. C5 ആണ് ബസൂക്ക വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസത്തിൽ തന്നെ ബസൂക്കയുടെ OTT റിലീസ് ഉണ്ടാവുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് OTT ഇത്രയും വൈകിയത്. ഈ മാസം 30-ന് മുന്നേ ബസൂക്ക C5-ൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നസ്ലി നായകനായ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ജിംഖാന. ഖാലിദ് റഹ്മാനാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ 80 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ആലപ്പുഴ ജിംഖാന. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് ജിംഖാനയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ തെലുങ്കിലും റിലീസാക്കിയിട്ടുണ്ട്. ഒരു ബോക്സിങ്ങിൻ്റെ കഥയാണ് ജിംഖാന പറഞ്ഞു പോകുന്നത്. അതുപോലെ കോമഡി റൊമാൻസും സിനിമയിലുണ്ട്. ആമസോൺ പ്രൈമിൽ മെയ് മാസം 25-നാണ് ആലപ്പുഴ ജിംഖാനയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. നല്ല അഭിപ്രായമാണ് ഗെറ്റ് സെറ്റ് ബേബിക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ വിജയിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. മനോരമ മാക്സിൽ ഈ മാസമാണ് ഗെറ്റ് സെറ്റ് ബേബി OTT റിലീസ് ചെയ്യുന്നത്. മെയ് മാസം 15-ന് സിനിമ വരാൻ സാധ്യതയുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് കാത്തിരുന്ന അവസാനം എത്തിയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 23-ന് മനോരമ മാക്സിലാണ് ഹണ്ട് സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി. ഭാവനയാണ് ഹണ്ട് സിനിമയിലെ നായിക. ഹണ്ട് ഒരു ഹൊറർ മൂവിയാണ്. എവറേജ് അഭിപ്രായമാണ് ഹണ്ട് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. എന്തായാലും ഹണ്ട് കാണാത്തവർക്ക് OTTയിൽ ഇനി കാണാം.
സിനിമ ഇപ്പോൾ OTT റിലീസിന് എത്തുകയാണ്. ഒഫീഷ്യൽ തീയതി ആയതുകൊണ്ട് മാറ്റം വരില്ല. മെയ് 23 തന്നെ സിനിമ റിലീസാവും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.